എല്ലാവർക്കും എൻ്റെ പുനർജനി ഹസ്തരേഖയിലോട്ടും ജ്യോതിഷത്തിലോട്ടും സ്വാഗതം. ഞാൻ ഈ ജ്യോതിഷ ഹസ്തരേഖയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലരും എന്നോട് പ്രദോഷത്തിനെ പറ്റി മാഡം ഒന്ന് പറയുമോ നമ്മുടെ വീഡിയോയിൽ. കാരണം മിക്കവാറും നമ്മുടെ കേരളത്തിലാണ്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പ്രദോഷവ്രതം എല്ലാവരും എടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രദോഷവ്രതത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ആർക്കും അറിയത്തില്ല. എന്താണ് ഈ പ്രദോഷവ്രതം? അപ്പോൾ എൻ്റെ ഗുരു ഒരിക്കൽ പറഞ്ഞ ഒരു ഒറ്റ കാര്യമെന്ന് വെച്ചാൽ, ഒരിക്കലും പ്രദോഷവ്രതത്തിൻ്റെ അന്ന് നമ്മൾ മറ്റുള്ള ദേവതകളുടെ ഭജിക്കരുതെന്നാണ്. അവരുടെ സഹസ്രനാമങ്ങളൊന്നും ജപിക്കാതിരിക്കുക, മഹാദേവനെ മാത്രം സ്മരിക്കേണ്ട ഒരു ദിവസമാണ്. എല്ലാവരും മഹാദേവനെ നോക്കിയിരിക്കുന്ന ഒരു ദിവസമാണ് പ്രദോഷം എന്നാണ് പറയുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയത് എപ്പോഴെന്ന് വെച്ചാൽ, ഒരിക്കൽ മദ്രാസിൽ പോയപ്പോൾ അതിൻ്റെ അടുത്ത് കർണാടകയോ ആന്ധ്രയോ ഒരു സ്റ്റേറ്റ് അതിനടുത്തായിട്ടാണ്. അവിടെ ഞാനൊരു ക്ഷേത്രത്തിൽ പോയി. അവിടെ ഞാൻ ചെന്ന് ആ ക്ഷേത്രത്തിൽ ഞാൻ ഉച്ചയ്ക്കാണ് പോയത്, ഞങ്ങളെല്ലാവരും കൂടെ പോയി. ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ അന്ന് അവിടെ എനിക്ക് തോന്നിയത് പത്മനാഭനായിരിക്കും. യഥാർത്ഥത്തിൽ അതല്ല. അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മഹാദേവൻ പാർവതി ദേവിയുടെ മടിയിൽ കിടക്കുന്ന ഒരു കാഴ്ച പോലെയാണ് ഞാനത് കണ്ടത്. പക്ഷേ എല്ലാ ദേവതകളും മഹാദേവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സീനാണ് ആ ക്ഷേത്രത്തിലുണ്ടായത്. എന്ന് വെച്ചാൽ എന്താണെന്ന് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, കാളകൂട അസുരന്മാരും ദേവന്മാരും അമൃത് കടയാനായിട്ട് പാലാഴി കടയുമല്ലോ. അന്ന് വാസുകിന സർപ്പത്തിൻ്റെ വിഷം ഭൂമിയിൽ വീണാൽ ഭൂമി നശിച്ചു പോകും. ഭഗവാൻ അത് കുടിച്ച് അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ, അതാണ് ആ ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് പ്രദോഷം ഉണ്ടായത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ അത് കുടിച്ച് ഭഗവാൻ ബോധരഹിതമായി കിടക്കുന്നതും മറ്റുള്ളവരെല്ലാം ഭഗവാനെ പറ്റി അങ്ങ് പ്രാർത്ഥിക്കുന്നതും എല്ലാവരുടെയും ശ്രദ്ധ മഹാദേവനിലും മാത്രമായിരുന്നു. ആ ദിവസമാണ് പ്രദോഷം. അതാണ് നമ്മളവിടെ പ്രദോഷത്തിൻ്റെ മാഹാത്മ്യോട് ഞാൻ കണ്ടതും. അത് തന്നെയാണ് എൻ്റെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. പ്രദോഷത്തിൻ്റെ അന്ന് മറ്റുള്ള ദേവതകൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ എത്രയോ ജന്മം ചെകിടന്മാരായിട്ട് ജനിക്കുമെന്നാണ് എൻ്റെ ഗുരുനാഥൻ ഞങ്ങൾക്ക് പറഞ്ഞത്. പക്ഷേ ആ ക്ഷേത്രത്തിൽ ചെന്ന് ആദ്യമായിട്ട് പ്രദോഷവ്രതം ഉണ്ടായത് ആ ക്ഷേത്രത്തിലാണെന്നാണ് ഉത്ഭവം. ഞാൻ പോയ ക്ഷേത്രത്തിലാണ്. ഒരു പുരാതന ക്ഷേത്രമായിരുന്നു. നല്ല പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തൊരു ക്ഷേത്രമായിരുന്നു അത്. അന്ന് ഞാൻ മനസ്സിലാക്കി ആ ക്ഷേത്രത്തിലെ ഐതിഹ്യം വളരെ ശരിയാണെന്ന് ഞാൻ പിന്നീട് എൻ്റെ ഗുരുനാഥൻ ഞങ്ങളോട് പറഞ്ഞ കാര്യവും ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ഒരു പ്രദോഷവ്രതത്തിൻ്റെ ഉൽപ്പത്തി അഥവാ ഉത്ഭവം മഹാദേവൻ്റെ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. വ്രതം എടുക്കുന്നവർ ഇതാണ് കാര്യം. നമ്മളെപ്പോഴും ഓം ഹ്രീം നമഃശിവായ എന്നുള്ള മന്ത്രം മാത്രം പറയാനാണ് എൻ്റെ ഗുരുദേവൻ എന്നെ പഠിപ്പിച്ചത്. ഇത് എൻ്റെ അഭിപ്രായമല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഈ അറിവിലേക്ക്, എല്ലാവർക്കും അറിയുന്നതിലേക്ക് വേണ്ടി ഷെയറും ചെയ്യുക. നന്ദി.